തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർക്കാണ് ചുമതല. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 14 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാൻ പ്രത്യേക മന്ത്രിസഭായോഗം തീരുമാനിച്ചു. അപകടത്തെ സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. അതിനിടെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണശാലയ്ക്ക് ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകി. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഓൺലൈനായി പ്രത്യേക മന്ത്രിസഭായോഗം. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കും. അപകടം സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 14 ലക്ഷം രൂപ ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് അടിയന്തരമായി 2 ലക്ഷം രൂപ ധനസഹായം. ഇവരുടെ ചികിത്സ പൂർണ്ണമായും സർക്കാർ ഏറ്റെടുക്കും. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തെ സംസ്ഥാനത്തെ സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ നിശ്ചയിക്കുകയുണ്ടായത്. ഇതൊരു സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുന്ന വിധത്തിലുള്ള സഹായങ്ങളും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു സവിശേഷ ദുരന്തമായി അത് പ്രഖ്യാപിക്കേണ്ടായത്. സ്ഫോടനത്തിൽ പ്രദേശത്തുണ്ടായ നാശനഷ്ടം ഉൾപ്പെടുത്തി സമഗ്ര പാക്കേജ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സ്ഫോടനത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നമ്മളെല്ലാവരും ഞെട്ടലുണ്ടാക്കിയ ഒരു അപകടമാണ്. അപകടത്തിന്റെ കാരണത്തെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിച്ചാണ് അത് കണ്ടെത്തേണ്ടത്. സുരക്ഷാ വീഴ്ചയാണോ അല്ലെങ്കിൽ ചൂടിന്റെ കാഠിന്യമാണോ? ഒരുപാട് കാരണങ്ങൾ ഇപ്പോൾ പറയപ്പെടുന്നുണ്ട്. വെടിക്കെട്ടിന്റെ പാറ്റേൺ മാറ്റാൻ ശുപാർശ കൊടുക്കുമെന്ന് ജുഡീഷ്യൽ കമ്മീഷൻ അധ്യക്ഷൻ CN രാമചന്ദ്രൻ നായർ 24 പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ചയും അന്വേഷിക്കും. അപകടത്തിന്റെ വ്യാപ്തി കൂടാൻ കാരണം വെടിമരുന്നിന്റെ ഉപയോഗം കൂടുതലാണ്. ഒരുപക്ഷെ വെടിക്കെട്ടിന്റെ പാറ്റേൺ തന്നെ മാറ്റാൻ സാധിക്കുമായിരിക്കും. അതിനെക്കുറിച്ചെല്ലാം ചിന്തിച്ച് ശുപാർശ ചെയ്യും. ഇപ്പോൾ തൃശ്ശൂർ ഉണ്ടാകരുതെന്ന് മാത്രമല്ല, കേരളത്തിൽ എങ്ങും ഉണ്ടാകരുത്. അപകടത്തിൽ വീഴ്ച സംഭവിച്ചോ എന്ന് അന്വേഷിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. അപകടം അന്വേഷിക്കാൻ പോലീസ് SIT രൂപീകരിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSPക്കാണ് ചുമതല. ദുരന്തത്തിന് പിന്നാലെ പാലക്കാട് മുതലമടയിലെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ വെടിക്കെട്ട് നിർമ്മാണശാലയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകി. അമിത അളവിൽ പടക്കം നിർമ്മിച്ചതിന് ലൈസൻസിക്കെതിരെ കേസെടുത്തു. നാടിനെ നടുക്കിയ ദുരന്തത്തിനിരയായവരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം. ഇനി ഇങ്ങനെ ഒരു കണ്ണീർക്കാലം കൂടി ഉണ്ടാവരുതെന്ന ജാഗ്രതയോടെ. തൃശൂർ മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നും തനേഷ് തമ്പി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.